ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വൈറ്റിയുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു പുതിയൊരു കാർ ഇറക്കാൻ പോവാണ്. അപ്പോൾ കാറ് നമ്മൾ ഇമ്പോർട്ടഡാണ്, ഒരു കിടിലൻ വണ്ടിയാണ്, ഒരു സൂപ്പർ കാറാണ്. അപ്പോൾ നമ്മൾ അതെടുക്കാൻ പോകണം. നമ്മൾ അത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ട്രോപ്പിക്കലിലത്തെ ഒരു ഷോറൂമുണ്ട് ഗൈസ്, അവിടെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവിടേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ സിറ്റിയിലാണ് നമ്മൾ ഹോട്ടലിലേക്ക് കുറച്ച് പൈസയും കാര്യം എടുക്കാൻ വന്നതാണ്. നമ്മളെ പുതിയൊരു പുതിയതല്ല, നമ്മൾ പണ്ട് ഉണ്ടായതാണ്. അത് നമ്മൾ മൂഡ് ചെയ്ത് സെറ്റാക്കിയതാണ്. വെറുതെ ഇരിക്കുന്ന കാറോടൊപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ടൂർ പോകാനായിട്ട് നമ്മളിങ്ങനെ സെറ്റാക്കിയതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് പോയി ഇങ്ങനെ വൺ ഡേ പോവാം. ഇതിനകത്ത് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം കാര്യങ്ങളൊന്നുമില്ല. വൺ ഡേ പോയി വരാൻ പറ്റിയൊരു വണ്ടിയാണിത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രോപ്പിക്കലിലേക്കാണ്. ട്രോപ്പിക്കൽ ഏകദേശം ഇവിടെയാണ് ഒരു കാർ ഷോറൂം കാര്യം വന്നത്. അപ്പോൾ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇത് അത്യാവശ്യം ഓഫ് റോഡും പോകാൻ പറ്റിയൊരു കാർ തന്നെയാണ് വേണ്ടത്. അതായത് ഇത് നമ്മൾ ഓഫ് റോഡ് പോകാൻ ഉപയോഗിക്കും. എൻജിനൊക്കെ നന്നായി അടിപൊളിയായിട്ട് ട്യൂൺ ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു V10 എൻജിനാണ് ഇതിന് നമ്മൾ കൊടുത്തേക്കണത്. എന്തായാലും ഓഫ് റോഡിന് വേണ്ടി ഒരു വണ്ടി അടിപൊളിയാണ്. പിന്നെ എന്തായാലും നമുക്ക് ടൂറൊക്കെ പോകാനായിട്ട് വേറൊരു വണ്ടി വേണം. ഒരു വാൻ വാങ്ങണം, ഒരു വാൻ വാങ്ങണം ടൂറും കാര്യങ്ങളൊക്കെ പോകാൻ. പിന്നെ നമുക്കിപ്പോൾ നേരെ പോകേണ്ടത് നമ്മളെ ആ ഒരു ഷോറൂമിലേക്കാണ്. അപ്പോൾ അതൊക്കെ പോവാം. വണ്ടി കൺട്രോൾ നല്ല സ്പീഡാണ് ഈ ഒരു വണ്ടിക്ക്. ഓക്കെ, എൻ്റെ മോനെ നൈസായിട്ട് ഇടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ മോനെ. ഓക്കെ, വലിയ സീനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കത്തിച്ച് വിടാം. നമ്മൾ ട്രോപ്പിക്കൽ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ട്രോപ്പിക്കലിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഷോറൂമിൽ അവിടെ എത്തിയിട്ടുണ്ട്. പതുക്കെ നമ്മളെ വണ്ടിയും എല്ലാം ഇങ്ങോട്ട് കയറ്റാം. ആ ഒരു സൂപ്പർ കാർ എന്തായാലും ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ഏതാ വണ്ടി നമ്മൾ കാണിക്കാം. എന്തായാലും നമ്മളെ ഈ ഒരു വണ്ടി ബാക്കിലിടാം, കാരണം നമ്മൾ പിന്നെയാണ് വന്നിട്ട് എടുക്കുക. അപ്പോൾ എന്തായാലും ബാക്കിൽ കിടന്നോട്ടെ. പക്ഷേ നമുക്ക് കറക്റ്റാക്കി ഇടാം കേട്ടോ. എങ്ങനെ ഇടണ്ട, കുറച്ചുകൂടി നേരെ ഇടാം. വണ്ടി ആരും ഒന്നൊന്ന് ചെയ്യട്ടെന്നാൽ മതി. നമ്മുടെ പ്ലേറ്റ് മോഡ് ചെയ്തെടുത്ത വണ്ടിയാണ്. അത്യാവശ്യം നല്ല പൈസ ആയിട്ടുണ്ട് ഈ വണ്ടി മോഡ് ചെയ്തപ്പോൾ. കുറേ ആക്സസറീസ് എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ നേരെ ഓടി ആ ഒരു വണ്ടിയുള്ള സ്ഥലത്തോട്ട് പോകാട്ടോ. ഓക്കെ, ഇത് നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ ഇതാണ് നമ്മളെ വണ്ടി ടൈസ്. ലംബോർഗിനിയാണ് നമ്മളെ വണ്ടി. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ് ഈ ഒരു വണ്ടി. വണ്ടി പറഞ്ഞാൽ അടിപൊളി വണ്ടിയാണ്. ഇത് കണ്ടിട്ട് വാങ്ങിച്ചാണ്. നല്ല സ്പീഡാണ് ഇത് എടുത്തപ്പോൾ തന്നെ കത്തിച്ച് കയറി വാലെടുക്കാം. വണ്ടി കയറിയിട്ട് നമുക്ക് നൈസായിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അത്യാവശ്യം നല്ല പൈസ ആയിട്ടുണ്ട് ഈ ഒരു വണ്ടി ഇറക്കിയത്. നമ്മൾ പറയാനുള്ള എന്തായാലും പൈസ. ഓക്കെ, എൻ്റെ മോനെ ബാക്കിൽ പൊട്ടിങ്ങനെ ഇട്ടോ. അമ്മ കൊടുക്കുമ്പോൾ തന്നെ അടിച്ച് കയറുകയാണ്. പിന്നെ സ്ഥലവും കാര്യം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് പോകേണ്ടത് ഇതിലാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, വണ്ടി ഒരാൾ വന്നിട്ട്. ഓക്കെ, നമുക്ക് ബാക്ക് എടുത്തിട്ടാണ്. നമുക്ക് എന്തായാലും പോകേണ്ടത് ഇപ്പോൾ ഇതിലാണ്, നമ്മളെ സിറ്റിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. സിറ്റി ഇവിടെയാണ്. സിറ്റിക്ക് തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. എന്തായാലും നമ്മളെ ഗാരേജിലേക്ക് പോവാം. പിന്നെ നമ്മൾ പറയാൻ മറന്നുപോയി, നമ്മൾ പുതിയ ഗാരേജും കാര്യം എടുത്തിട്ടുണ്ട് കേട്ടോ. കിട്ടില്ല എൻ്റെ മോനെ ഒരുത്തം കൊണ്ടം ഇപ്പം തന്നെ എടുത്ത് കേസിൻ്റെ മോൻ. അതായത് നമ്മൾ പുതിയ ഗാരേജും കാര്യം എടുത്തിട്ടുണ്ട് നമ്മുടെ സിറ്റിയിൽ. ആ ഒരു നമ്മൾ കാണിച്ചു കിട്ടില്ല ഗാരേജാണ് നമ്മൾ വാങ്ങിച്ചതാണ്. നമ്മളിപ്പോൾ അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഴി നൈസായിട്ട് തെറ്റിയുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഗാരേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സൈഡിൽ കാണുന്നത് അത് നമ്മൾ ചിലപ്പോൾ ഇവിടെ എടുക്കും ആ ട്രോപ്പിക്കൽ. നമുക്ക് കത്തിച്ചിടാം. നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. പോയപ്പോൾ കുറച്ച് നേരം വൈകി, കാരണം നമ്മൾ നൈസായിട്ടൊന്ന് നമ്മുടെ ഫുഡ് ചെയ്യാൻ കയറി. അപ്പോൾ കുറച്ച് നേരം വൈകി എത്തിയപ്പോൾ രാത്രിയായി. നമുക്കെന്തായാലും നേരെ കത്തിച്ചിടണം. ഓക്കെ, നമ്മളെ ഫോണിലൊരു മെസ്സേജ് എന്താണെന്ന് നമുക്ക് എടുത്തു നോക്കാം കേട്ടോ. ഓക്കെ, എൻ്റെ